ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കേക്കാണ്. നമുക്കൊരു ചിക്കൻ കേക്ക് ഇന്ന് ഉണ്ടാക്കാം. നമ്മൾ മധുരമൊക്കെ മാറ്റി നമുക്കൊരു സ്പൈസി കേക്കാണ് ഇന്നത്തെ ആ ഡിഷ്. പേര് പോലെ തന്നെ ഈ ഡിഷിൻ്റെ ടേസ്റ്റും വളരെ വ്യത്യസ്തമാണ്. നമുക്ക് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമാവും. അപ്പം നമുക്ക് എങ്ങനെ ചിക്കൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ട് വേവിച്ചതിന് ശേഷം അതിതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുപ്പത്തൊരു കടായി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോളയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചെറുതായി നന്നായിട്ട് ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ കേക്ക് ഉണ്ടാക്കുമ്പം സവോളയൊക്കെ വളരെ എത്രത്തോളം ചെറുതായി നമുക്ക് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി അരിഞ്ഞു വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നമ്മുടെ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പം നമ്മുടെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ മിക്സിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം വേണം നമ്മളിത് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനി നമ്മളൊരു ഫോർക്കോ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലോ എന്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ ഒന്ന് ജസ്റ്റ് നമുക്കൊരു സ്പാച്ചില വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനായിട്ട് പഴയൊരു പാൻ അടുപ്പിൽ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ കുക്കർ അതിന് മുകളിലായിട്ട് എടുത്തു വെക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് സമയം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം പിന്നീട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് കുക്കായോ എന്നറിയാനായിട്ട്. ഇത് തുറന്ന് നോക്കിയ സമയം നമുക്ക് അടിപൊളി ഒരു സ്മെല്ലാണ് വന്നത്. ആ നെയ്യിൽ കിടന്ന് ആ ചിക്കൻ കുക്കാകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. നമുക്ക് ആ സ്മെല്ല് അറിയുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കുമ്പം അറിയാം അത് കുക്കായിട്ടുണ്ടോ എന്ന്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. ചിക്കൻ വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അധികം ടൈമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ആ ചിക്കനും മുട്ടയും ഒക്കെ ഒന്നിച്ച് കുക്കാകുമ്പോൾ ഒരു പ്രത്യേക ടെക്സ്ചർ തന്നെയാണ് ഈ കേക്കിനുള്ളത്. അകമൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്നത്തെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.